الحمد لله الذي خلق الإنسان وتعبده بصون اللسان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ما يلفظ من قول إلا لديه رقيب عتيد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരിൽ വ്യാപകമായി കാണുന്ന ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവം, ഒരു മഹാപാപം, അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ആ സ്വഭാവം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളെ അത് ദുഷിപ്പിച്ചു കളയും, മനസ്സിനെ അത് മലിനപ്പെടുത്തും, ജനങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ പ്രകാശത്തെ അത് കെടുത്തിക്കളയും. ആ മാരകമായ ദുസ്വഭാവമാണ് ഗീബത്ത് അഥവാ പരദൂഷണം പറയുക എന്നുള്ളത്. അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രോഗമാണത്. ജനസദസ്സുകൾ, നാലാളുകൾ കൂടുന്നിടത്തെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത നിലക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ വ്യാപകമായ ഒരു അസുഖമാണത്. ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്ന ഒരു മഹാപാപവും കൂടിയാണത്. ഒരാളും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ, ഒരു നാവുകളും അതിൽ നിന്ന് മുക്തമാവാത്ത നിലക്ക്, വ്യാപകമായ നിലക്ക് ആ മാരക രോഗം പടർന്ന് പിടിച്ചിരിക്കുകയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മൽ തഖമ അഹദുൻ ലുഖ്മതൻ ശർറൻ മിൻ ഇഗ്തിയാബി മുഅ്മിനിൻ. ഒരു സത്യവിശ്വാസിയായ ആളെക്കുറിച്ച്, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പരദൂഷണം പറയുക എന്നതിനേക്കാൾ അപ്പുറം മോശപ്പെട്ട ഒരു കാര്യവും ഒരാൾ തൻ്റെ വായയിൽ നിറച്ചു വെക്കുന്നില്ല എന്ന്. മനുഷ്യർക്കിടയിലുള്ള അഭിമാനത്തെയും അവരുടെ പവിത്രതയെയും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആദരവിനെയും പിച്ചി ചീന്തപ്പെടുന്ന ഒരു മേഖലയാണ് ഗീബത്ത് കാരണമായി നശിപ്പിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ ഗീബത്ത് കാരണമായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷണിക്കത് കാരണമാകുന്നു, പരസ്പരമുള്ള ശത്രുത വളർത്തുവാൻ അത് നിമിത്തമായി മാറുന്നു, കള്ളപ്രചരണത്തിനൊക്കെ അത് ഹേതുവായി വർത്തിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം മാരകമായ ഇബത്താണത് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ആരും അതിൽ നിന്ന് മുക്തമാകാതെ മുന്നോട്ട് പോകുന്നത്? അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എന്താണ് ഗീബത്ത് എന്ന് നിനക്കറിയാമോ? ഈ ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ അതിന് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഗീബത്ത്? ദിക്റുക അഖാക ബിമാ യക്റഹു. നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം, നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യം അയാളെ കുറിച്ച് നീ പറയലാണ്. അത് അയാളുടെ സ്വഭാവത്തെ കുറിച്ചാവാം, അയാളുടെ ബോഡിയെ, ശരീരത്തെ കുറിച്ചാവാം, അയാളുടെ നടത്തത്തെ കുറിച്ചാവാം, അയാളുടെ മുഖഭാവത്തെ കുറിച്ചാവാം, അയാളുടെ ശാരീരികമായ അവയവങ്ങളെ കുറിച്ചാവാം, അതുപോലെ തന്നെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചോ അയാളുടെ ദീനിയായ കാര്യത്തെക്കുറിച്ചോ എന്തുമാവട്ടെ, ഒരാൾ തന്നെക്കുറിച്ച് മറ്റൊരാൾ പറയാൻ ഇഷ്ടപ്പെടാത്തത് തൻ്റെ അഭാവത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ
സഹാബാക്കളുടെ ചോദ്യം, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് അയാളിൽ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് കുറ്റകരമായ ഗീബത്താകുമോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു, നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് ഫഖദ് ഇഗ്തബ്തഹു, നീ അയാളെ ഗീബത്ത് പറഞ്ഞിരിക്കുന്നത്. ഉള്ള കാര്യം പറയൽ തന്നെയാണ് ഗീബത്ത്. ഇനി നീ പറഞ്ഞ കാര്യം വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, അയാളെ കുറിച്ച് നീ പറഞ്ഞ ആ കാര്യം അയാളിൽ ഇല്ലാത്തത് കൂടിയാണെങ്കിലോ രണ്ട് മഹാപാതകമാണ് നീ ചെയ്യുന്നത്. ഒന്ന്, നീ അയാളെ ദുഷിച്ചു പറഞ്ഞു. മറ്റൊന്ന്, നീ അയാളുടെ പേരിൽ കള്ളം ആരോപിച്ചു. രണ്ട് പാതകം വന്ന് ചേരുകയാണ്. അപ്പോൾ ഉള്ളത് പറഞ്ഞാലും ഗീബത്താണ്, ഇല്ലാത്തതാണ് പറയുന്നതെങ്കിലോ രണ്ട് മഹാപാപങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതാണ് അപരനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഗുരുതരമായ മഹാപാപമാണ്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ജനങ്ങളെ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്ന് റഹ്മാനായ റബ്ബി വിഷയത്തിൽ പറയുകയാണ്. മാത്രമല്ല, അതിനെ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ഉപമയാണല്ലോ. അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്ത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ചത്. വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് ദുഷിച്ചു പറയരുത്, പരദൂഷണം അരുത്. എന്നിട്ട് ചോദിച്ചു അല്ലാഹു, അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അയ്യഅകുല ലഹ്മ അഖാഹു അയ്യഅകുല ലഹ്മ അഖീഹി, തന്റെ സഹോദരന്റെ പച്ച മാംസം കൊത്തി വലിച്ച് കഴിക്കുന്നത്, മയ്തൻ, അവൻ ശവമായി മയ്യത്തായി കിടക്കുന്ന വേളയിൽ ആ മയ്യത്തിൽ നിന്ന് പച്ചമാംസം മുറിച്ചെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂഹു, നിങ്ങൾക്ക് അതിനോട് എത്രമാത്രം അലർജിയാണ്, അതെത്രമാത്രം നിങ്ങൾ അറപ്പോടെ വെറുപ്പോടെയാണത് കാണുന്നത്. എങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങൾ പരദൂഷണം പറയൽ എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ, അതുപോലെ തന്നെ കുടുംബങ്ങളെ, സമൂഹത്തിലുള്ള ആളുകളെ, സമൂഹത്തെയൊക്കെ മൊത്തം ദുഷിപ്പിക്കുന്ന അപകടകരമായ സ്വഭാവമാണിത്. എത്രയെത്ര വീടുകളാണ് തകർന്നു പോയത്, എത്രയെത്ര കുടുംബങ്ങളിലാണ് സമാധാനാന്തരീക്ഷം ഇല്ലാതെയായത്. എന്താണ് കാരണം? ഭാര്യ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അയാൾക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ. തിരിച്ചിങ്ങോട്ടും തന്റെ ഭാര്യയുടെ അഭാവത്തിൽ തന്റെ ഭാര്യയുടെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ. എത്രയെത്ര രക്തബന്ധങ്ങളാണ് തകർന്നു പോയത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, പെങ്ങളും ആങ്ങളയും തമ്മിൽ എല്ലാം നിമിത്തമായി മാറിയത് ഗീബത്ത് തന്നെയാണ്. എത്രയെത്ര സമാധാനപൂർണമായിരുന്ന തൊഴിലിടങ്ങളും ഫാക്ടറികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എല്ലാം കാരണം എന്താണ്? എല്ലാം നിമിത്തമായതെന്താണ്? പരദൂഷണം തന്നെയാണ് എല്ലായിടത്തും ഇഷ്ടവിഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നാം മനസ്സിലാക്കണം. ഇതിൽ നിന്ന് രക്ഷ നേടുവാനുള്ള, ഇത്രത്തോളം വ്യാപകമായ ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ചില മാർഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, എന്റെ റബ്ബ് ഞാൻ ഉരിയാടുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് തന്റെ കൂടെയുണ്ട് എന്ന ഈമാനികമായ ദൃഢമായ ബോധം നമ്മുടെ മനസ്സിൽ സദാ നിലനിർത്തലാണ് പ്രഥമവും പ്രധാനവുമായ പരിഹാരമാർഗം. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാഫിലൂടെ പഠിപ്പിച്ച സൂക്തമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഒരു വാക്കും ഉരിയാടുന്നില്ല, ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കലുണ്ടായിട്ടല്ലാതെ, റഖീബുൻ അതീദ്, അത് സൂക്ഷ്മമായി കൃത്യമായി നിരീക്ഷിച്ച് എഴുതി രേഖപ്പെടുന്ന മലായിക്കത്തുകൾ ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്കും നമുക്ക് ഉരിയാടാനാകുന്നില്ലെന്ന് വരുമ്പോൾ, ഞാൻ ആരെക്കുറിച്ച് എന്തെല്ലാം വാചകങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ അവിടെ രേഖയാണ്. പറഞ്ഞ എനിക്ക് കിട്ടുന്ന നൈമിഷികമായ ആനന്ദങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലും എന്റെ തിന്മയുടെ റെക്കോർഡുകളിൽ അത് കാലഘട്ടത്തിലും മായ്ക്കപ്പെടാതെ കിടക്കും.
അത് പരലോക നാളിൽ ഞാൻ എന്റെ സൽക്കർമ്മങ്ങൾ പകരം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ ആ രക്ഷപ്പെടൽ നരകത്തിലേക്കായിരിക്കുമെന്ന് മാത്രം. സൽക്കർമ്മങ്ങൾ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത നിസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജുകൾ, അതേപോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ അപരന് തീരെഴുതി കൊടുക്കേണ്ടുന്ന മഹ്ശറിലെ ദയനീയമായ രംഗം ഒന്നോർത്തു നോക്കൂ. കാരണം എന്താണ്? അയാളുമായിട്ടുള്ള, അയാളെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചതിന്റെ തിക്തഫലം അതവിടെയാണ് കണക്ക് പറയേണ്ടി വരിക. ഈ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവലാണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പരിഹാരമാർഗം. മാത്രമല്ല, എത്ര നിസ്സാരമെന്ന് നമ്മൾ ഗണിക്കുന്ന വാചകങ്ങളായാൽ പോലും അത് മറ്റൊരുത്തന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ ഒഴിവാക്കണമെന്ന ഗൗരവതരമായ അധ്യാപനം മുഹമ്മദ് മുസ്തഫ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വരെ പകർന്നു കൊടുത്തതാണ് ഹദീസിന്റെ താളുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ കുടുംബ ചർച്ചകൾക്കിടയിൽ മുത്ത് മുസ്തഫയോട് തന്റെ തന്നെ ഒരു ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉമ്മ, അപ്പുറത്തുള്ള അതേപോലെ തന്നെ തന്റെ കൂടെയുള്ള മറ്റൊരു ഭാര്യയെ കുറിച്ച് മുത്ത് മുസ്തഫയോട് എന്തോ സംസാരിക്കുന്നതിനിടയിൽ കൈ കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചതേയുള്ളൂ. ആ ആംഗ്യത്തിന്റെ അർത്ഥം ആളുടെ ശരീരത്തെ കുറിച്ചാണ്. അഥവാ അവൾ ഒരു കുറിയവളല്ലേ, ഒരു പൊക്കം കുറഞ്ഞ പെണ്ണല്ലേ എന്ന ഒരു സൂചന വരുന്ന ഒരു ആംഗ്യഭാഷ കാണിച്ചപ്പോഴേക്ക്, ആ രൂപത്തിലുള്ള സംസാരം അവിടെ നിന്ന് വന്നപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഖം ചുവന്ന് തൊടുത്തുകൊണ്ട് ഗൗരവത്തോടെ ഗുണദോഷിച്ച വാചകം നമ്മൾ കേൾക്കണം. ലഖദ് ഖുൽതി കലിമ, ലഖദ് ഖുൽതി കലിമ, നീ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതഹു ലമസജതുഹു, സമുദ്രത്തിലെ വെള്ളത്തെ പോലും കലക്കി മറിച്ച് ദുഷിപ്പിക്കുവാൻ തക്ക ശേഷിയുള്ള ഗൗരവമരമായ കാര്യമാണ് നിന്നിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന്. എന്തേ പറഞ്ഞുള്ളൂ? തന്റെ സഹോദരിയെ കുറിച്ച് അവളൊരു പൊക്കം കുറഞ്ഞ പെണ്ണാണെന്ന് ധ്വനിപ്പിക്കുന്ന വാചകവും ആംഗ്യഭാഷയുമാണ് പ്രയോഗിച്ചതെങ്കിൽ, അതിനെക്കുറിച്ച് വരെ മുത്ത് മുസ്തഫ ഇങ്ങനെ പറയുന്നുവെങ്കിൽ, നമ്മളൊക്കെ പറയുന്ന പരദൂഷണങ്ങൾ, നമ്മളൊക്കെ മറ്റുള്ളവരുടെ ശരീരത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ, അവരുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ പറയുന്ന ആ രൂപത്തിലുള്ള കുത്തുവാക്കുകൾ, അതൊക്കെ എപ്രകാരമായിരിക്കും മഹ്ശറിൽ വിലയിരുത്തപ്പെടുക എന്ന ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത്ര ഗുരുതരമായ പാപമാണത് എന്ന് തിരിച്ചറിയലാണ് ഒരു പരിഹാരമാർഗം. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, താൻ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ദൂഷണമുണ്ടല്ലോ, അക്കാര്യം ആ സഹോദരന്റെ കാതിലെത്തിയാലുള്ള ഭവിഷ്യത്തുകൾ എത്രമാത്രമായിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നത് നല്ലതാണ്. അയാളുടെ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും, അയാളുടെ ആ ഹൃദയം എത്രത്തോളം, മനസ്സെത്ര നോവുന്നുണ്ടാകും. ഞാൻ പറഞ്ഞ ഈ കാര്യം അത് ഞാൻ പറഞ്ഞു എന്ന് അയാൾ അറിയുന്ന വേളയിൽ എന്നോട് എത്രത്തോളം അയാളുടെ മനസ്സിന് പകയുണ്ടാകുന്നുണ്ടാകും എന്ന് നീ ചിന്തിക്കലാണ് ഈ പാപത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള മറ്റൊരു മാർഗം. മൂന്നാമത്തൊരു മാർഗം എന്താണെന്നോ, ആ സ്ഥാനത്ത് ഞാനായിരുന്നാലോ എന്ന് ഞാൻ എന്നെക്കുറിച്ചൊരു പരിശോധന നടത്തണം. ഞാൻ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞതുപോലെ അയാൾ എന്നെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ, അത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കെത്രത്തോളം അത് ഇഷ്ടകരമല്ലാതായി മാറുമോ, അതേപോലെയല്ലേ എൻ്റെ സഹോദരന്റെയും മനസ്സ് എന്ന് നീ ചിന്തിക്കണം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നീ നിന്റെ സഹോദരന്റെ അഭാവത്തിൽ നിന്നെക്കുറിച്ച് അയാൾ എന്തൊക്കെ പറയാനാണോ നീ ഇഷ്ടപ്പെടുന്നത്, അതേ നീ അയാളെ കുറിച്ചും പറയാവൂ. നിന്നെക്കുറിച്ച് അയാൾ എന്തൊക്കെ പറയരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതൊക്കെ അയാളെ കുറിച്ചും നീ പറയാതിരിക്കലാണ് നിന്റെ ഈമാനിന്റെ ഭാഗമെന്ന്, അതാണ് നീ ചിന്തിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യാപകമായ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ മാർഗങ്ങളെ വളരെയേറെ പ്രാധാന്യപൂർവ്വം നമ്മൾ സൂക്ഷിക്കുകയും നമ്മുടെ നാവുകൊണ്ട് ഒരാൾക്കും ഒരു വിനയും വരാതെ, ഒരു മുറിവും വരാതെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് നാവെന്ന നിഅമത്ത് നമുക്ക് അല്ലാഹു നൽകിയതിന്റെ ശുക്റാണെന്ന് കൂടി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ
وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗീബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗീബത്ത് പറയൽ മാത്രമാണ് മഹാപാപം എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ എങ്ങനെയോ പ്രചരിച്ചിട്ടുണ്ട്. പറയുന്നത് പോലെ ഗുരുതരമായ പാപമാണ് ഗീബത്ത് കേൾക്കലും. മറ്റൊരാളെക്കുറിച്ചുള്ള ദുഷിച്ചുള്ള സംസാരങ്ങൾ സംതൃപ്തിയോടെ അതങ്ങനെ കേട്ടിരുന്ന് ആസ്വദിക്കുക എന്നുള്ളത് ഗീബത്ത് പറയൽ എത്രത്തോളം ഗുരുതരമാണോ അത്ര തന്നെ ഗുരുതരമാണ് അത് കേട്ടിരിക്കലും. എന്താണ് കാരണം? മോശപ്പെട്ട ഒരു പ്രവൃത്തിയോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ നീയും ആ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തവൻ്റെ തുല്യമായ സ്ഥാനത്താണെന്ന് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഗീബത്ത് കേൾക്കുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരാളെക്കുറിച്ചുള്ള ഗീബത്ത് പറയുന്നത് കേൾക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്, അങ്ങനെ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് നമ്മോട് ദുഷിച്ചു പറയുമ്പോൾ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്, എന്ത്? തുറന്നെതിർക്കണം. ആ വർത്താനം എന്നോട് പറയരുത്, ദയവായി നിങ്ങൾ എന്നോട് മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വേറെ ആ രൂപത്തിൽ വല്ല സംസാരങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒന്നുകിൽ അത് തൻ്റെ നാവ് കൊണ്ടതിനെ തുറന്ന് എതിർക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ തന്ത്രപരമായി ആ സംസാരത്തെ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റിമറിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഗീബത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, തുറന്നെതിർക്കാൻ പറ്റണില്ല, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരദൂഷണമാകുന്ന വിഷയത്തിൽ നിന്ന് ഹിക്മത്തോടെ തന്ത്രത്തോടെ വിഷയം മാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമതായി, അതിനും നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ആ പ്രവൃത്തിയോട് വെറുപ്പ് കാണിച്ച് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അത് കേൾക്കാൻ ഇരുന്നു കൊടുക്കരുത്. എത്രത്തോളം അങ്ങനെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം തനിക്കുണ്ടായി എന്ന് അഭിനയിച്ചിട്ടാണെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോകണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരാൾക്കൊരു ഫോൺ വരുന്നുണ്ട് എന്നുള്ള വിധത്തിൽ പുറത്തേക്ക് പോയാലും മതിയല്ലോ. ഏതെങ്കിലും വിധത്തിൽ എനിക്കിപ്പോൾ അർജന്റ് ഒന്ന് പുറത്തു പോകാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നാട്യത്തിലൂടെ അഭിനയിച്ചുകൊണ്ടാണെങ്കിൽ പോലും ആ സദസ്സ് വിട്ട് നീ പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതിനും നിവൃത്തിയില്ല, ഈ മൂന്ന് വിധത്തിലും നിവൃത്തിയില്ല, അവിടെ ഇരിക്കേണ്ടി വരിക തന്നെയാണെങ്കിൽ അവിടെ ഉലമാക്കൾ പണ്ഡിതന്മാര് പറഞ്ഞു, നീ അതിലേക്ക് കാതു കൊടുക്കാതിരിക്കാൻ നിന്റെ മനസ്സിൽ നീ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കോ. റഹ്മാനായ റബ്ബിനെ കുറിച്ച്, ഗീബത്തിനെ കുറിച്ച്, ഗീബത്ത് കേട്ടാലുള്ള ശിക്ഷയെ കുറിച്ചൊക്കെ നീ ഇങ്ങനെ ഗൗരവത്തോടെ നീ നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല സദ്വിചാരങ്ങൾ, റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അയാള് പറയുന്ന ആ കാര്യത്തിലേക്ക് നീ ശ്രദ്ധിക്കാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ നീ രക്ഷപ്പെടുത്തണം. ഈ 4 മാർഗങ്ങളാതിന് പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ആ നിലക്കുള്ള ഒരു രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കലാണ് അതിനുള്ള പരിഹാര മാർഗം. അതുകൊണ്ട് നമുക്ക് പരലോകത്ത് നരകമോചനമാണ് ലഭിക്കാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗീബഹ കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുഅ്തിഖഹു മിനൻ നാർ. എന്താണ് ആ പറയുന്നത്? ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചിക്കീറപ്പെടുന്ന വേളയിൽ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പറഞ്ഞ ഏത് മാർഗത്തിലൂടെയെങ്കിലും അയാൾ ശ്രമം നടത്തുകയാണെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅ്തിഖഹു മിനൻ നാർ, ഈ വ്യക്തിക്ക് നരകമോചനത്തിന് അല്ലാഹു അത് കാരണമായി മാറ്റുന്നതാണ്. നമുക്ക് നരകമോചനം ലഭിക്കുവാനുള്ള അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, അല്ലാഹുവേ നീ എന്നെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ,
റബ്ബുൽ ആലമീനെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ഏറെ തവണ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണ്. എങ്കിൽ വരാൻ പോകുന്ന ജീവിതത്തിലും ആ നരകാഗ്നിയിലേക്ക് നമ്മുടെ മുഖം കുത്തിവലിച്ചിഴിക്കപ്പെടാതിരിക്കാൻ ഇവിടെ ഇതാ മറ്റൊരുത്തന്റെ പാച്ചമാംസം മറ്റൊരാൾ കൊത്തിവലിക്കുന്ന രംഗത്ത് അയാളുടെ അഭിമാനത്തിന് പ്രതിരോധം തീർക്കാൻ നീ പരിശ്രമം നടത്തുന്നുവെങ്കിൽ അത് നിന്റെ നരകവിമോചനത്തിനുള്ള നിമിത്തമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, അവസാനമായി എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാത്തവരാരാ ഉള്ളത്? അങ്ങനെ സംഭവിച്ചു പോയി എന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. എങ്കിൽ എന്താണ് അതിനുള്ള പരിഹാരം? എന്താണ് ഇനി അതിൽ നിന്ന് തൗബ ചെയ്യുവാനുള്ള മാർഗം? എന്താണ്? പരലോക കോടതിയിൽ നമ്മുടെ നന്മകൾ നമ്മുടെ റിക്കാർഡിൽ നിന്ന് അയാളുടെ റിക്കാർഡിലേക്ക് തിരിച്ച് രേഖപ്പെടുത്തപ്പെടാതെ എന്റെ കർമ്മങ്ങൾ എനിക്ക് തന്നെ കിട്ടുന്ന ഒരവസ്ഥ വരാനും ഗീബത്തിൻ്റെതായ രൂപത്തിലുള്ള ശിക്ഷയിൽ നിന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുവാനും ഞാൻ എന്ത് തൗബയാണ് ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞു പോയതിന്റെ കാര്യത്തിൽ അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ്? ഞാൻ ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, അതയാൾ അറിഞ്ഞു എങ്കിൽ ഞാൻ അയാളോട് പൊരുത്തപ്പെടിക്കണം. ഇങ്ങനെ ഒരു കാര്യം എന്നിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു പോയി, അതെന്റെ അവിവേകം കൊണ്ട് വന്നു പോയതാണ്, എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം, പൊരുത്തപ്പെടണം, പരലോക കോടതിയിലേക്ക് ദയവായി നീട്ടിവെക്കരുത് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊരുത്തപ്പെടിക്കുകയാണ് വേണ്ടത്. ഇനി അതിന് സാധ്യമാവില്ലെങ്കിലോ, അഥവാ ഞാൻ അങ്ങനെ ഒരാളോട് ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മസ്ലഹത്തിനേക്കാൾ, അഥവാ ഞാൻ അങ്ങനെ അയാളോട് പറഞ്ഞു പൊരുത്തപ്പെടിക്കുന്നതിനേക്കാൾ മസ്ലഹത്ത് അഥവാ നന്മ ഞാനത് പറയാതിരിക്കുന്നതിലാണെങ്കിലോ, അഥവാ പറഞ്ഞാലുള്ള ബന്ധവും കൂടി വഷളാവേണ് ചെയ്യാന്നുണ്ടെങ്കിലോ, ആഹാ നിങ്ങളങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നടക്കായിരുന്നു പതിവല്ലേ എന്നിങ്ങനെ ഞാൻ നന്മ വിചാരിച്ച അയാളോട് തുറന്നു പറഞ്ഞത് ഭാവിയിലുള്ള ഞങ്ങളുടെ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന വിധത്തിൽ അത് കൂടുതൽ ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമായി മാറുമെങ്കിൽ നീ അയാളോടങ്ങനെ പറയാൻ പോകണ്ട. മറിച്ച് നീ ആരെയാണോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് വേണ്ടിയും അയാൾക്ക് വേണ്ടിയും നിന്റെ മരണം വരെ നീ പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കണം. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണം. ഞാൻ ആരെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞുവോ ആ സഹോദരനും നീ പുറത്തു കൊടുക്കണേ എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പാപമോചനത്തേട്ടം നടത്തണം എന്ന്. മാത്രമല്ല, അതുകൊണ്ടും തീർന്നില്ല. നമ്മൾ ആരെക്കുറിച്ച് ഏതൊക്കെ വ്യക്തികളോടാണോ അല്ലെങ്കിൽ ഏത് സദസ്സിലാണോ ദുഷിച്ചു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് അത്ര തന്നെ അളവിൽ അതിനേക്കാൾ അപ്പുറം അയാളുടെ നന്മകൾ പറയണം, അയാളെക്കുറിച്ചുള്ള നന്മകൾ പറഞ്ഞ് അധികരിപ്പിക്കണം. ഇതൊക്കെയാണ് ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാചകം കാണാം, കഫാറത്തു മൻ ഇഗ്തബതഹു. നീ ആരെക്കുറിച്ചെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തം എന്താണ്? അൻ തസ്തഗ്ഫിറ ലഹു, അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ച് നന്മ ചെയ്യലാണ് എന്ന് സഹാബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു. മുസ്തഫയുടെ അധ്യാപനങ്ങൾ കാതോർക്കുന്ന സഹാബിമാർ അവരെ മനസ്സിലാക്കിയ ആശയമാണ് നമുക്ക് ആ പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിഷയം വളരെ ഗുരുതരമാണ്, പ്രത്യാഘാതങ്ങൾ വളരെയേറെ ആപൽക്കരമാണ്. അതുകൊണ്ട് ആ ഭവിഷ്യത്തും പ്രത്യാഘാതങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മുടെ നാവിന് വേണ്ട രൂപത്തിലുള്ള കാവൽ നമ്മൾ തന്നെ ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സൽക്കർമ്മ നിരതമായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശവ്വാലിലെ 6 നോമ്പുകൾ ആരെങ്കിലും അനുഷ്ഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ ദിവസങ്ങൾ കൊഴിഞ്ഞു തീരുകയാണ്. ശവ്വാൽ പകുതിയിലേറെ പിന്നിട്ട് കഴിഞ്ഞു. 6 നോമ്പുകൾ എപ്പോഴെങ്കിലുമായി മാസം തീരുന്നതിന്റെ മുമ്പ് അനുഷ്ഠിക്കുവാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നോമ്പാരംഭിച്ചിട്ട് ഇവിടെ വന്ന് പെരുന്നാൾ കൂടിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് 28 നോമ്പേ ലഭിച്ചിട്ടുള്ളൂ. 1 നോമ്പ് അവർ ഖളാ വിട്ടേണ്ടതുണ്ട് എന്ന കാര്യവും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ, അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന്
ആരൊക്കെ രോഗികളുണ്ടോ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.